സമുദ്രമെന്ന മഹാലോകത്ത് മനുഷ്യന്റെ ചിന്തകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത എത്രയോ അമാനുഷിക കാര്യങ്ങളുണ്ട്. നമ്മുടെ പ്രകൃതി നിയമത്തെ ലംഘിച്ച് ജീവിക്കുന്ന ഒരു ജീവി ലോകത്തുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു? വിശ്വസിക്കണം. കാരണം നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണിത്. ഈ കഥയിലെ കഥാപാത്രം ഇമോർട്ടൽ ജെല്ലി ഫിഷ് എന്നൊരു കുഞ്ഞു മത്സ്യമാണ്. അതിൻ്റെ ശാസ്ത്രീയ നാമം ടെറിറ്റോപ്സിസ് ഡോണായി. ജനനം, വളർച്ച, പ്രായം, മരണം, ഈ ചക്രം പ്രകൃതിയുടെ നിയമമാണ്. എന്നാൽ ഈ ജെല്ലി ഫിഷ് ഈ നിയമത്തെയെല്ലാം ഭേദിച്ചുകൊണ്ടാണ് ജീവിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഇമോർട്ടൽ ജെല്ലി ഫിഷ് എന്ന് വിളിക്കുന്നതും. മരണമില്ലാത്ത ഒരു ജീവി, അത് സിനിമകളിലോ കഥകളിലോ മാത്രമേ ഉള്ള ഒരു ക്രിയേറ്റിവിറ്റിയാണെന്ന് ചിന്തിച്ചു കൂട്ടിയ നമുക്ക് തെറ്റി. നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന അതേ ഭൂമിയിൽ മനുഷ്യൻ്റെ ബുദ്ധിയെ വേട്ടയാടുന്നൊരു ജന്മം. ഇതിൻ്റെ ശരീരഘടന ഒരു പഞ്ചസാര ക്യൂബിനേക്കാളും ചെറുതാണ്. ഏകദേശം 4 മുതൽ 5 മില്ലിമീറ്റർ മാത്രം. സുതാര്യമായ നൂൽ പോലെ ശരീരമുള്ള സൂക്ഷ്മമായ ടെൻറ്റക്കിളുകളുള്ള ഒരു ചെറിയ ജീവി. വലുപ്പം കൊണ്ട് നോക്കുമ്പോൾ ചാരിതാർത്ഥ്യമില്ലാത്ത ഒരു ജീവി പോലെ തോന്നാം. എങ്കിലും അതിൻ്റെ കഴിവ് പ്രകൃതിയിലെ ഏറ്റവും അത്ഭുതമാണ്. ഇമോർട്ടൽ ജെല്ലി ഫിഷിൻ്റെ ഏറ്റവും വലിയ രഹസ്യം അതിൻ്റെ ജീവിത ചക്രം തന്നെയാണ്. മുട്ടയിൽ നിന്ന് ലാർവയിലേക്കും, ലാർവയിൽ നിന്ന് പോളിപ്പിലേക്കും, പോളിപ്പിൽ നിന്ന് മെച്ചപ്പെട്ട ജെല്ലി ഫിഷായി മാറുന്നതുമാണ് ഇതിൻ്റെ ജീവിത രീതി. എന്നാൽ ഇതിൻ്റെ ഏറ്റവും അസാധാരണമായ ഘട്ടം മരണം അടുത്താലാണ് സംഭവിക്കുന്നത്. ജെല്ലി ഫിഷ് പരിക്കേറ്റാലോ, വയസ്സായാലോ, സമുദ്രത്തിലെ ചൂട് തണുപ്പിൽ മാറ്റം വന്നാലോ മറ്റുള്ള ജെല്ലി ഫിഷുകൾ മരിക്കും. എന്നാൽ ഇമോർട്ടൽ ജെല്ലി ഫിഷ് മരിച്ചു പോകുന്നതിന് പകരം ഒരു അത്ഭുതകരമായ പ്രക്രിയ ആരംഭിക്കും. അതെ, ട്രാൻസ് ഡിഫറൻഷിയേഷൻ. ഈ അത്ഭുതകരമായ പ്രക്രിയയാണ് അതിനെ മരണത്തിൽ നിന്നും തടയുന്നത്. ട്രാൻസ് ഡിഫറൻസിയേഷൻ എന്നത് ഇമോർട്ടൽ ജെല്ലി ഫിഷിനെ അമരനാക്കുന്ന അത്ഭുതകരമായ പ്രക്രിയയാണ്. സാധാരണ ജീവികളുടെ കോശങ്ങൾ പഴകുമ്പോഴും മരിക്കുമ്പോഴും ജെല്ലി ഫിഷ് തൻ്റെ കോശങ്ങൾ ഉപയോഗിച്ച് ചെറുപ്രായത്തിലിരുന്ന പോളിപ്പ് ഘട്ടത്തിലേക്ക് തന്നെ മടങ്ങുന്നു. ഇങ്ങനെയാണ് മരിക്കാതെ വീണ്ടും ഒരു പുതിയ ജീവിതചക്രം അത് ആരംഭിക്കുന്നത്. ഈ പ്രക്രിയ മനുഷ്യരിൽ സംഭവിക്കില്ലെങ്കിലും ഇമോർട്ടൽ ജെല്ലി ഫിഷ് ഈ കഴിവുപയോഗിച്ച് ജനനം, വയസ്സാകൽ, മരണം എന്നീ സ്വാഭാവിക ചക്രത്തെ തകർത്ത് പ്രകൃതിയിലെ ഏറ്റവും അത്ഭുതകരമായ ബയോളജിക്കൽ റീസൺ നടപ്പാക്കുന്നു. ഉദാഹരണത്തിന് ഒരു മനുഷ്യനെ നോക്കുകയാണെങ്കിൽ ഒരു 60 വയസ്സുള്ള മനുഷ്യൻ 5 വയസ്സുള്ള കുഞ്ഞാകുന്നത് പോലെ പോളിപ്പിലേക്ക് മടങ്ങിയ ശേഷം ഇത് വീണ്ടും വളരുന്നു. തിരികെ ഒരു ചെറിയ ജെല്ലി ഫിഷ്, പിന്നെ ഒരു മെച്ചപ്പെട്ട ജെല്ലി ഫിഷ്, പിന്നെ വീണ്ടും അപകടം സംഭവിച്ചാൽ വീണ്ടും പഴയതുപോലെ വികസിക്കുന്നു. അതുകൊണ്ട് പ്രായം കാരണം ഇവ മരിക്കില്ല. പ്രായം, ചെറുപ്പം, ഈ തുടർഘട്ടങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇമോർട്ടൽ ജെല്ലി ഫിഷ് പ്രധാനമായും മെഡിറ്ററേനിയൻ സീയിലും ജപ്പാൻ തീരപ്രദേശങ്ങളിലും കണ്ടുവരുന്നു. കൂടാതെ മനുഷ്യരുടെ കപ്പലുകൾ, ബോട്ടുകൾ തുടങ്ങിയവ കാരണം ഇതിപ്പോൾ പല സമുദ്രങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. ഈ ജീവി മരിക്കാതെ ജീവിക്കും എന്നല്ല, മരിച്ച് പ്രായം കാരണം ഒരു കാരണവശാലും ഈ ജെല്ലി ഫിഷുകൾ മരിക്കില്ല. ശത്രുക്കൾ, വിഷബാധ, രോഗങ്ങൾ, സമുദ്ര മലിനീകരണം, ഈ കാരണങ്ങളാൽ ഇവ മരിക്കും. അതിനാൽ ബയോളജിക്കലി ഇമ്മോർട്ടൽ ആയിരിക്കാം, പക്ഷേ ഇൻഡിസ്ട്രക്റ്റബിൾ അല്ല. ശാസ്ത്രജ്ഞർ ഈ ജീവിയുടെ രഹസ്യം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രാൻസ് ഡിഫറൻഷിയേഷൻ മനുഷ്യരിൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുമോ എന്ന തീവ്ര പരീക്ഷണത്തിലാണ് ശാസ്ത്രം. ഇമോർട്ടൽ ജെല്ലി ഫിഷ് നമ്മെ പഠിപ്പിക്കുന്നത് പ്രകൃതിയുടെ അത്ഭുതങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിലും വലിയതാണെന്നാണ്. ഏറ്റവും ചെറുതായ ജീവികളിൽ പോലും അപ്രതീക്ഷിതമായ മഹത്തായ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു.